ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. മഹിമയും മധുസൂദനും കൂടി അമ്പലത്തിൽ പോയിട്ട് തിരികെ വരികയാണ് കേട്ടോ. വർഷയെ അവിടെ വിട്ടിട്ട് വന്നു. പക്ഷെ അവളൊരു ഫോൺ കോൾ പോലും ചെയ്തില്ല എന്ന് മഹിമ പറയുന്ന സമയത്ത് അതിന് നീ അവളെ അവിടെ വിട്ടിട്ടല്ലേ പോകുന്നത്, പിന്നെന്താ പ്രശ്നം? സച്ചി അന്ന് ഒരു റൗഡിയെ പോലെ സംസാരിച്ചത്, ഞാൻ പോന്നതിന് ശേഷം അവിടെ എന്താ നടന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ മഹിമ. ഫോൺ എടുത്തോണ്ട് ഗുഡ് മോർണിംഗ് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എടി, നീ നിന്റെ അമ്മായിമ്മന്റെ വീട്ടിലേക്ക് പോയതിനു ശേഷം ഞങ്ങളൊക്കെ മറന്നോന്ന് ചോദിക്കുകയാണ്. 2 days ആയിട്ട് അമ്മയെ കുറച്ച് വർക്ക് കൂടുതലായിരുന്നു, രാവിലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് പോകേണ്ടി വന്നു. നീ ഇപ്പൊ എവിടെയുള്ളത്, സ്റ്റുഡിയോയിലാണോ എന്നുള്ള കാര്യം മഹിമ ചോദിക്കുന്ന സമയത്ത് അല്ല അമ്മേ, ഞാനിപ്പോ വീടിന്റെ ടെറസിലാണ് ഉള്ളത്, അവിടെ ടെന്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അഴിക്കുകയാണ്. ടെന്റോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അതേ അമ്മേ, ഞാൻ നോർമലി കോളേജിലൊക്കെ ടൂർ പോകുന്ന സമയത്ത് ഒരു ടെന്റ് മേടിക്കാറില്ലേ, അതുപോലത്തത്, അതെന്തിനാ നീ ഇപ്പൊ വാങ്ങിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനും ശ്രീകാന്തും ടെന്റിനുള്ളിലോ ഉറങ്ങിയത്. ടെന്റിനുള്ളിലോ? നീ എന്തിനാ ടെറസ് കിടന്ന് ഉറങ്ങിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് ഒന്നുമില്ല അമ്മ, ശ്രീകാന്തിന്റെ ഏട്ടനില്ലേ സച്ചി, ആ റൗഡിയോ? അതെ അമ്മേ, അവൻ തന്നെ. ആന്റി, ഞങ്ങൾ ആ റൂമിലായിരുന്നു തങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ ആ റൂം ലോക്ക് ചെയ്തിട്ട് അവൻ കീ എടുത്തിട്ട് പോയി. ശ്രീകാന്തിന് ഒരുപാട് ഫീൽ ചെയ്തു, അതുകൊണ്ട് തന്നെ തങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടെന്റ് മേടിക്കാന്ന് ഞങ്ങൾ കരുതി. എന്ന് കരുതിയിട്ട് നീ പോയിട്ട് ടെറസ് കിടന്നുറങ്ങിയോ? നിന്റെ അമ്മായിയും അമ്മായിപ്പനും അങ്ങനെ സമ്മതിച്ചോ? ഇതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കും പറഞ്ഞത് ഇതേപോലത്തെ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ കല്യാണം കഴിക്കണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്പോ നിന്റെ അവസ്ഥ എന്തായി? നിനക്ക് തങ്ങാൻ ഒരു റൂം പോലും അവർ തന്നില്ല. ഏയ് ഇല്ല അമ്മ, അങ്ങനെയൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ആന്റി അവരുടെ റൂം തന്നെ അറേഞ്ച് ചെയ്ത് തന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും മഹിമ, വേണ്ട, നീ അവരെ സപ്പോർട്ട് ചെയ്യണ്ട, വെക്കി, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് മഹിമ ഫുള്ള് കേൾക്കുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഫോൺ വെച്ച ഉടനെ തന്നെ മധുസൂദന്റെ അടുത്ത് പറയുന്നുണ്ട്, അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ എന്നുള്ള കാര്യം. അവിടെ നടക്കുന്നത് എനിക്ക് എങ്ങനെ അറിയുന്നത്? നമ്മുടെ വർഷയ്ക്ക് തങ്ങം അവിടെ റൂം പോലും അവർ കൊടുത്തിട്ടില്ല. വർഷയും ശ്രീകാന്തും ഇന്നലെ ടെറസിലെ ടെന്റ് കെട്ടിയിട്ട് കിടന്നുറങ്ങിയത്. ഓ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഇങ്ങനെ സാധാരണ പോലെ ചോദിക്കാനുണ്ട് നമ്മുടെ മധുസൂദനൻ ചിരിച്ചും കൊണ്ട്. ഏട്ടനെന്താ ഇത്ര സാധാരണ പോലെ ചോദിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ നടക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ആ രവീന്ദ്രൻ അവിടെ എന്താ കൊട്ടാരമാണോ കെട്ടിവെച്ചിരിക്കുന്നത്? അവനൊക്കെ അത്രയൊക്കെ കഴിവുള്ളൂ. നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് നിന്റെ മകൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. AC കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ സർവീസ് ചെയ്യല്ല ചെയ്തോണ്ടിരുന്നത്, പുതിയത് മേടിച്ചു കൊടുക്കുകയാണ് അവൾക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ കണ്ടില്ലേ, അവക്ക് തങ്ങനൊരു റൂം പോലും ഇല്ലാത്ത അവസ്ഥ. ഇത് ഇവളായിട്ട് കണ്ടെത്തിയ ജീവിതമല്ല. ഇവളിപ്പോ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടാകും. പുതിയതായിട്ട് കല്യാണം കഴിച്ചവരല്ലേ അവര്. എന്റെ ദേഷ്യമെല്ലാം വിട്ടിട്ട് അവര് നല്ലപോലെ നോക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അവിടെ കൊണ്ടുവിട്ട് വന്നത്. ആ രവീന്ദ്രൻ എന്നെ വാതിക്കൽ നിർത്തിയിട്ട് ചോദ്യം ചെയ്തു. അത്രയും അപമാനമൊക്കെ ഞാൻ മറന്നിട്ട് അവിടെ വർഷയെ വിട്ടിട്ട് പോകുന്നതാണ്. ഇതാണോ അതിന് അവർ കൊടുക്കുന്ന മര്യാദ? അവർക്ക് ഒരു റൂം പോലും അവൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ലേ? ഇത് കേൾക്കുമ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, ആ രവീന്ദ്രന് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ല. അവനിപ്പോ നിൽക്കുന്നതേ അവളുടെ ഭാര്യയുടെ പേരിലുള്ള വീട്ടിലാണ്. അതും താഴത്തെ പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട് മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് അവൻ ലോണിന് വേണ്ടിയിട്ട് എന്റെ മുമ്പിൽ കെഞ്ചിയിട്ടുണ്ട്. ഞാനാണ് സാങ്ഷൻ ആക്കി കൊടുത്തത്. ആ സമയത്തുണ്ടല്ലോ ഈ ശ്രീകാന്ത് ജനിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ നിന്റെ മോൾക്ക് ആ വീട്ടിലൊരു റൂം പോലും ഇല്ലാതെയായി. ഇത് വിധിയാണെന്നൊക്കെ പറയുമ്പോൾ എന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് കയറി വന്ന മരുമകൾക്ക് 2ാം ദിവസം തന്നെ ടെറസിൽ ടെന്റ് കെട്ടിയിട്ട് തങ്ങാനുള്ള വഴി ഒരുക്കി വെച്ചു അവര്. ഇതൊന്നും ഒട്ടും ശരിയല്ല ഏട്ടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മളോടുള്ള ദേഷ്യമാണ് നമ്മുടെ മകളോട് രവീന്ദ്രൻ കാണിക്കുന്നത്. ഒളിച്ചോടി കല്യാണം കഴിച്ചതല്ലേ, അവിടെ അവൾക്ക് എന്ത് മര്യാദ കിട്ടാൻ വേണ്ടി പോകുന്നത്? എല്ലാം നിന്റെ മകൾ അനുഭവിക്കട്ടെ, അപ്പോഴേ നമ്മുടെ വില അവൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് കരുതിയിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് വിടാൻ വേണ്ടി പറ്റുമോ? നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്നുള്ള കാര്യം പറയുമ്പോൾ ആ രവീന്ദ്രൻ വീട്ടിലേക്ക് എന്നെ വിളിക്കാനോ? ഞാൻ വരില്ല. അവിടെ നിന്റെ മകൾക്ക് പോലും മര്യാദ കിട്ടുന്നില്ല. ഞാൻ ജയിച്ചടാ എന്ന് പറഞ്ഞിട്ട് ആ രവീന്ദ്രൻ കാലിന്റെ മേലെ കാല് കയറ്റി നിൽക്കും. അതിനിപ്പോ ഞാൻ കാണണം. ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിയേട്ടാ ഞാൻ പോയിട്ട് വരാം എന്നുള്ള കാര്യം മഹിമ പറയുമ്പോൾ നീ പോയിട്ട് എന്ത് ചെയ്യാൻ? അവിടെ നീയും ടെറസ് പോയിട്ട് കാണേണ്ടി വരും നിന്റെ മകളെ. ഇങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് സ്ഥിരമായിട്ട് ടെറസ് കിടക്കേണ്ടി വരും. എന്തായാലും അവരെ പോയിട്ട് 4 വാക്ക് പറഞ്ഞിട്ട് ഞാൻ വരാം. എനിക്ക് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടി പറയാണ്. അതുപോലെ തന്നെ മധുസൂദനൻ മഹിമയെ ഓട്ടോയിൽ കയറ്റി വിടുകയാണ്. തുടർന്ന് മഹിമ രവീന്ദ്രന്റെ വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. മഹിമ വരുമ്പോൾ തന്നെ വർഷം അവിടെയുണ്ട്. പാടി മതി, ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അമ്മ എന്താ പെട്ടെന്ന് വന്നിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നത്? തുടർന്ന് ശ്രീകാന്ത് അങ്ങോട്ട് വന്നിട്ട് ആന്റി വരൂ, ഇരിക്കണോ എന്നുള്ള കാര്യം പറയണേ. എവിടെ ഇരിക്കാനാ നീ പറയുന്നത്? ഹാളിലോ അതോ ഞാനും ടെറസിന്റെ മേലെ പോയിട്ട് ഇരിക്കണോ? ആന്റി എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ, സ്നേഹിച്ചിട്ട് ആരും അറിയാതെ കല്യാണം കഴിക്കാൻ അറിയാലേ, നിന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്ന പെണ്ണിനെ നന്നായിട്ട് നോക്കാൻ അറിയില്ലേ? ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത്, വർഷ എന്താ ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് അറിയില്ല എന്ന് പറയണട്ടോ വർഷ. അമ്മ എന്തിനാ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നത്?
നീ ഇറങ്ങി വാടി, ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കണ്ട. അപ്പോഴേക്കും ശ്രുതിയും സുധിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട് ആന്റി എന്ത് പറ്റി എന്നുള്ള കാര്യം. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എന്താണെന്നറിയില്ല, ആന്റി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. തുടർന്ന് മഹിമ പറയുന്നുണ്ട് ഈ വീട്ടിൽ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആർക്ക് എന്ത് മര്യാദ കൊടുക്കണ്ടെന്നുള്ള കാര്യം ഈ വീട്ടിൽ ആർക്കും അറിയില്ല. പിന്നെ എന്തിനാണ് എന്റെ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ ഇവിടെ വന്ന് വിട്ടല്ലോ. അപ്പോഴേക്കും രേവതി വരുന്നുണ്ട്. ആന്റി വന്നിരിക്കെ ചായ കുടിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല. ഇനി എന്റെ മകൾ ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല. നീ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് അന്ന് ഭയങ്കര സംസാരമൊക്കെ സംസാരിച്ച് പോയതാണല്ലോ. ഇതിനു വേണ്ടിയിട്ടാണ് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. എന്താ പറയുന്നത് ആന്റി? വർഷ എന്താ പറ്റിയത്? എന്തോ ഒരു കൺഫ്യൂഷൻ എന്ന് പറയണട്ടോ വർഷ. അമ്മ എന്താ പറയുന്നെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. പറയുന്നതൊന്നും കേൾക്കാണ്ട് നീ നിന്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചതല്ലേ, അതുകൊണ്ടാണ് നിനക്കിപ്പോ ഈ അവസ്ഥ വന്നത്. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടാൻ വേണ്ടി പാടില്ലായിരുന്നു. വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. തുടർന്ന് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ചന്ദ്രമതി അവര് വന്നത് കാണുന്നത്. എന്താ രേവതി ഇങ്ങനെ നിർത്തി സംസാരിക്കുന്നത്? നീ പോയിട്ട് ചായ എടുത്തിട്ട് വാ. ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയാണ് ഞാൻ ഇരിക്കേണ്ടത്? ടെറസിലാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്ന മര്യാദ അതല്ലേ? അയ്യോ എന്താ ശ്രീകാന്ത് ഇവർ പറയുന്നത്? അമ്മ എനിക്കും അറിയില്ല. നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇവളെയും കൂടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിനും ഭേദം അവൾ തനിയെ നിൽക്കുന്നതല്ലായിരുന്നോ? ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് അവളെയും കഷ്ടപ്പെടുത്തി ഞങ്ങളെ അപമാനിക്കുന്നു. അയ്യോ ഞങ്ങൾ എന്ത് അപമാനപ്പെടുത്തി എന്നാ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. രേവതി നീ എന്തെങ്കിലും പറഞ്ഞോ? അമ്മ എനിക്കൊന്നും അറിയില്ല. അവര് വന്നത് മുതൽ ദേഷ്യത്തിലായിരുന്നു. മഹിമ ആദ്യം നിങ്ങൾ വരൂ ഇരിക്കൂ എന്നൊക്കെ പറയുമ്പോ വേണ്ട, ഞാൻ എന്റെ മകളെ കൂട്ടി പോവാണ്. ഓ നിങ്ങൾ ചടങ്ങിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതായിരിക്കുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ നിങ്ങൾ കളിയാക്കാണ്? നടന്ന പ്രശ്നങ്ങളെല്ലാം മറന്നിട്ട് എന്റെ മകളെ നിങ്ങൾ നന്നായിട്ട് നോക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി എന്റെ മകളും അവളുടെ ഭർത്താവും എന്റെ വീട്ടിലാണ് നിൽക്കാൻ വേണ്ടി പോകുന്നത്. വാ വർഷേ പോവാം. മഹിമ എന്താ ഈ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ എന്താ കാരണം എന്ന് മനസ്സിലാവുന്നില്ല. എന്താ അതിന് മാത്രം നടന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇനി ഇതിൽ കൂടുതൽ എന്ത് നടക്കാനാണ്? എന്റെ മകള് ഈ വീട്ടിലെ മരുമകളല്ലേ? അതെ, ഇതിലെന്താ സംശയം? ഈ വീട്ടിലേക്ക് മഹാലക്ഷ്മിയായിട്ട് കയറി വന്ന മരുമകളാണ് അവള്. അവളെ സ്വന്തം മകളെ പോലെ നോക്കുന്നുള്ള കാര്യം പറഞ്ഞില്ലേന്ന് മഹിമ ചോദിക്കുമ്പോ പറഞ്ഞു. അതെ ഞാൻ അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ നിങ്ങൾ റൂം പോലും കൊടുക്കാതെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ടെറസ് കിടത്തുമായിരുന്നു. ടെറസ് കൊണ്ട് കിടത്തിയെന്നോ എന്നുള്ള കാര്യം ഇങ്ങനെ ചിന്തിക്കാനുണ്ട് നമ്മുടെ ചന്ദ്രമതി. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ടെറസിലും തറയിലൊക്കെ കിടത്താൻ വേണ്ടിയിട്ട് അവളെന്താ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എന്റെ മകളെ ഞങ്ങള് റാണിയെ പോലെയാണ് കണ്ടത്. നിങ്ങളോട് ഞങ്ങൾ അങ്ങനെ കാണണമെന്നൊന്നും പറയുന്നില്ല. അത് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നും എനിക്കറിയാം. അറ്റ്ലീസ്റ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂം പോലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലേ? ഈ തണുപ്പില് നിങ്ങൾ അവളെ ടെറസിൽ കിടത്തിയല്ലേ? തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. ഓ ഇവര് മുകളിൽ ടെറസിൽ കിടത്തുന്നതിനെ കുറിച്ചിട്ടാണോ പറയുന്നത്? അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതല്ല, അവളെ ഒന്നുമില്ലാത്തടത്തേക്ക് കല്യാണം കഴിച്ചല്ലോ, അത് ഞങ്ങളെ തെറ്റാണ്. ഞങ്ങളുടെ സ്റ്റാറ്റസിനൊത്ത് ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊടുത്തിരുന്നെങ്കിൽ എല്ലാം നല്ലപോലെ നടന്നേനെ. അയ്യോ നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ എന്ന് ചന്ദ്രമതി പറയുമ്പോഴേക്കും എന്ത് കേൾക്കണമെന്ന്? നിങ്ങൾ പറയുന്നത് കേട്ടിട്ടല്ലേ എന്റെ മകളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്? അപ്പോഴേ ഇവളുടെ അച്ഛൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ എന്റെ മകള് സന്തോഷമായിട്ടിരിക്കണം, അവള് സുരക്ഷിതമായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവിട്ടത്. ടെറസിൽ കൊണ്ടുപോയി കിടത്തുന്നതാണോ നിങ്ങൾ കൊടുക്കുന്ന മര്യാദ? അതാണോ നിങ്ങൾ കൊടുക്കുന്ന സുരക്ഷിതത്വം? അങ്ങനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണേ. അപ്പോഴേക്കും വർഷ ഇങ്ങനെ തൈലയിൽ ഇങ്ങനെ കൈവയ്ക്കുന്നുണ്ടേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് കേട്ടോ, അമ്മ എന്തൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡ്മെന്റിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആക്ച്വലി ഞാനായിട്ട് അവിടെ പോയി കിടന്നുറങ്ങിയതാണ്. റൂമില്ല എന്ന് കരുതിയിട്ട് നീ പോയിട്ട് മേലെ കിടക്കണം, അതും വന്ന രണ്ടാമത്തെ ദിവസം. ഈ റൂം വെർഷനും വന്നു എന്നുള്ളത് നിങ്ങൾ പറയുന്നത് സത്യം തന്നെയാണെന്ന് ചന്ദ്രമതി പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും റൂമില്ലെങ്കിൽ പിന്നെ എന്റെ മകളടുത്ത് എന്തിനാ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്? ഇതിന്റെ മോളത്തെ പോർഷൻ ലോൺ വെച്ചിട്ട് കെട്ടിപ്പൊക്കിയതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേന്ന് പറയാനുണ്ട് ചന്ദ്രമതി. ലോണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭർത്താവ് വർഷയുടെ അച്ഛന്റെ മുമ്പിൽ കെഞ്ചിട്ട് നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ? അപ്പോ പാവം വിചാരിച്ചിട്ടാണ് ലോൺ കൊടുത്തത്. അതേസമയം തന്നെ ഒരു റൂമും കൂടി ചേർത്ത് കെട്ടേണ്ടതായിരുന്നില്ലേ? കണക്കില്ലാതെ മക്കളെ പ്രസവിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ വീട്ടുകാരന് അറിയില്ലായിരുന്നു. 2 റൂമുള്ളായിരുന്നു എങ്കിൽ പിള്ളേരും അതിനനുസരിച്ചിട്ട് വേണ്ടേ പ്രസവിക്കാൻ. അപ്പോഴേക്കും സാച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്ത് വർത്താനം നിങ്ങൾ പറയുന്നത്? നിങ്ങൾ റൂമിനനുസരിച്ചിട്ടാണോ പ്രസവിച്ചത്? അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, സച്ചി നീ നിർത്തുക എന്നുള്ള കാര്യം. നിങ്ങൾ കേട്ടതല്ലേ അച്ഛനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് എന്നുള്ള കാര്യം. എന്തോ ഇവരുടെ ഭർത്താവ് ഇവരുടെ വീട്ടിൽ നിന്ന് പണം എടുത്ത് തന്ന പോലെയാണല്ലോ. ഗവൺമെന്റ് ക്യാഷ് അല്ലേ അത്? ഇത് ചോദിക്കാനും പറയാനും ഇവരാരാ? സച്ചി നീ നല്ല രീതിയിൽ സംസാരിക്കുന്നു പറയാണ് ചന്ദ്രമതി. അപ്പോ ഇവര് സംസാരിച്ചപ്പോ നിങ്ങൾക്ക് മര്യാദ തോന്നിയോ? അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട്, എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? നീ ഒന്നും മിണ്ടരുത്, വായടച്ചു നിന്നോണം.
അച്ഛനെ കുറിച്ച് എന്ത് വർത്താനാണ് പറയുന്നത്? അത് ചോദിക്കാതെ നീ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു. അവര് നടന്ന വിഷയം എന്താന്നുള്ള കാര്യം അറിയാതെ സംസാരിക്കുന്നെന്ന് പറയുമ്പോൾ, അറിയാതെ സംസാരിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചിട്ട് എന്താന്നുള്ള കാര്യം മനസ്സിലാക്കണം, അല്ലാതെ വായ തോന്നുന്നൊന്നും വിളിച്ചു പറയരുത്. അപ്പോഴേക്കും രേവതി സച്ചിയേട്ടാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടേ. ഞാൻ ചുമ്മാ പറയുന്നൊന്നല്ല, ഇവരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ പറയുമല്ലോ, പാവം കണ്ടിട്ടാണ് കൊടുത്തതെന്നുള്ള കാര്യം പറയുന്നുണ്ടല്ലോ. റെയിൽവേ എന്താ ഇവരുടെ അച്ഛന്റെ വകയാണോ? എന്റെ അച്ഛൻ അധ്വാനിച്ച കാശാണ്, അതെന്തോ ദാനം കൊടുത്ത പോലെ സംസാരിക്കും. തുടർന്ന് മഹിമ പറയുന്നുണ്ട്, എന്റെ മോളെ നിങ്ങള് ടെറസ് കിടത്തും, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന എന്റെ അടുത്തും അപമര്യാദയായിട്ട് സംസാരിക്കും, അങ്ങനെയാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണേ. സച്ചി നീ മിണ്ടാതിരിക്കും. ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം? ഇവർക്ക് അച്ഛനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി എന്ത് റൈറ്റാ ഉള്ളത്? വീട്ടില് റൂമിനനുസരിച്ചിട്ട് വേണം പിള്ളകളെ വളർത്താൻ വേണ്ടിയിട്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ വീട്ടിൽ ഒരു 10 റൂമെങ്കിലും കാണുമല്ലോ, എന്നിട്ട് എന്തേ ഒരെണ്ണത്തിന് മാത്രം വെച്ച് നിർത്തിയത്? ഇത് കേൾക്കുന്ന സമയത്ത് മഹിമ ആകെ കണ്ണു തുറച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. കണ്ടില്ലേ വർഷ, അവൻ എന്ത് മോശമായിട്ട് എന്റെ അടുത്ത് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. അമ്മേ, അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് പറയാണേ എന്ന് കരുതിയിട്ട് കണ്ട റൗഡികളുടെ സംസാരമൊക്കെ ഞാൻ കേൾക്കണമെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. നിങ്ങൾ എന്താ പറയുന്നത് റൗഡി എന്നൊക്കെ? ഇവനിപ്പോ റൗഡിയെ പോലെയല്ലേ ബിഹേവ് ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുകയാണെ മഹിമ. ഇവനെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ മകളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് തന്നെ ഭയന്നത്. അച്ഛനെ കുറിച്ചിട്ട് നിങ്ങൾ മോശമായിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്തത്. അതിന് നിങ്ങൾ ഇവരെ റൗഡി എന്ന് വിളിക്കുവോ? ഇത് കേട്ടിട്ട് മഹിമ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ.